RSS ബാന്ധവത്തിലെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ചരിത്ര രേഖകൾ ഉൾപ്പെടെ ചരിത്ര സന്ദർഭം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡോക്യുമെന്റ് വായിക്കാം. ശ്രീ പി സുന്ദരയ്യ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുൻ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർഷിപ്പ്, അദ്ദേഹം രാജിവെക്കുമ്പോൾ, പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സുദീർഘമായ ഒരു കത്ത് ആണ് എഴുതുന്നത്. ആ കത്തിന്റെ ആദ്യത്തെ വാചകം, ആദ്യത്തെ പോയിന്റാണ് ഞാൻ വായിക്കുന്നത്. മൈ റെസിഗ്നേഷൻ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ CC majority has decided for joint actions with pro-imperialist Janasangh with paramilitary fascist stormtrooper like RSS-മായും ജനസംഘവുമായുമുള്ള ബന്ധം, ആ ബന്ധത്തെ എതിർത്തുകൊണ്ടാണ് സുന്ദരയ്യ രാജിവെക്കുന്നത്. അപ്പോൾ ചരിത്ര ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂവിൽ സുന്ദരയ്യെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സുന്ദരയ്യ എടുത്ത നിലപാട് ആ ഇന്റർവ്യൂവിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ സന്ദീപ് വാര്യരുടെ പ്രതികരണങ്ങൾ, ഇപ്പോൾ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സ്വാഭാവികമായും ഇത് ഉപയോഗിക്കപ്പെടുമെന്നുള്ള കാര്യം വളരെ വസ്തുതയാണ്. ഇത് പക്ഷേ സ്വരാജിന് പണി കൊടുക്കാനോ അങ്ങനെ, അത് ഞാനാണല്ലോ ഇന്റർവ്യൂ എടുത്തത്, വളരെ വ്യക്തമായി അത് അങ്ങനെയല്ല. അത് കൃത്യമായി ഒരു രാഷ്ട്രീയ സന്ദർഭത്തെ, അതായത് മുൻകാല രാഷ്ട്രീയ സഖ്യങ്ങളെ താർക്കികമായി അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ. സ്വരാജിന്റെ പ്രതികരണമുണ്ട്. സ്വരാജിന്റെ പ്രതികരണത്തിൽ പറയുന്ന ഒരു വാചകം, ഏത് ചോദ്യത്തിനും മറുപടിയായാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. പക്ഷെ അങ്ങനെ ചോദ്യം ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. RSSO BJP അവിടെ പ്രതിപാദ്യ വിഷയമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു ചോദ്യം. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തോട്, അതായത് മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനാണ് മുൻകാലങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സന്നിഗ്ധത അനുസരിച്ച് വിവിധ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. വർഗീയവാദികളായ RSSനോട് പോലും 77-ൽ ഞങ്ങൾ സന്ധി ചെയ്തിട്ടില്ലേ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഉത്തരം വരുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്, അല്ലാതെ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനെ. അതിന്റെ തുടർച്ചയാണ് തോന്നുന്നു. അല്പം സംസാരിച്ച റജി ലൂക്കോസ് പറയുന്നുണ്ട്, രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ, പ്രതിപക്ഷ നിരയുടെ 77-ലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ ഏകാധിപത്യ വാഴ്ച വേണോ രാജ്യത്ത്, അതോ ജനാധിപത്യം വേണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മൂവ്മെന്റ് വരുന്നത്. ആ മൂവ്മെന്റ്, ആ ഘട്ടത്തിൽ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി ഞങ്ങൾ RSS ഉൾപ്പെടെ ആരുമായും കൈകോർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, BJPക്കെതിരെ, RSSനെതിരെ ഇപ്പോൾ വിശാല മതേതര സഖ്യം എന്ന നിലയിൽ കോൺഗ്രസുമായി ഉൾപ്പെടെ സഹകരിച്ചില്ല. ഇത് രണ്ടും ചരിത്രത്തിലെ 2 പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. പക്ഷേ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ ഈ വാക്കുകൾ പറയുമ്പോൾ അത് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു, അത് മറുപക്ഷം എങ്ങനെ ആയുധമാക്കി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. എന്തായാലും